ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ നിങ്ങൾ പലരും ഈ സമയം കൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടാവും. ആൻഡ് വാട്ട് ഐ ക്യാൻ സേ ഇസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ് മൈ ലൈഫ്. കാരണം ഈ ഒരു ഇതിൻ്റെ ഒരു സീരീസ് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതിന് ഈ ഒരു 2 ആഴ്ചകളായിട്ട് ഈ ഒരു സീരീസിൽ നിന്ന് കാണാമായിരുന്നു. ആൻഡ് അതിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ അതിലൂടെ കിട്ടിയിട്ടുള്ള ഒരു ലെസൺസ്, ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ക്യാരക്ടർ ബിൽഡിങ്, ആ ഒരു വേൾഡ് ബിൽഡിങ്, ആ ഒരു ഡീമൺസ് ആൻഡ് ഡീമൺ സ്ലേയേഴ്സ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ബേസ്, ഇങ്ങനെ പറയേണ്ട ആ ഒരു ആനിമേഷൻ സ്റ്റൈൽ ഉൾപ്പെടെ എല്ലാം കൊണ്ട് ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സീരീസ്. ആൻഡ് ഒരു ആനിമ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കാനുള്ള കാരണം എന്നുള്ളത് ഇത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളിൽ ആരെങ്കിലും ആനിമ അങ്ങനെ കാണാതെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ആൻഡ് മൂവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മൂവി തന്നിട്ടുള്ള ആ ഒരു ഫീൽ ഉണ്ട്. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഓരോ സീൻ ബൈ സീനിനും കിട്ടുന്ന ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസും വിഷ്വൽ എക്സ്പീരിയൻസ്, അതിൽ യൂസ് ചെയ്തുള്ള ആനിമേഷൻ സ്റ്റൈല്, ഡീമൺ സ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്സ്, ഒരു അറ്റാക്കിംഗ് ടെക്നിക്സിൻ്റെ ഒക്കെ ആനിമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എത്രത്തോളം അവർ എഫേർട്ട് ഇട്ടിട്ടാണെന്ന് മനസ്സിലാവും. ആൻഡ് ഇതിൽ ആ ഒരു ഇൻഫിനിറ്റി കാസിൽ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു കാസിലിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു കലൈഡോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് അവർ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എവിടെയും ഒരു ക്യാരക്ടേഴ്സിനെയും കൊണ്ടും ഡിസപ്പോയിൻമെന്റ് തോന്നിപ്പിക്കാതെ ഓരോരുത്തർക്കും വേണ്ട ആ ഒരു ബാക്ക് സ്റ്റോറീസും ഇമോഷണൽ ആയിട്ടുള്ള എലമെന്റ്സും എല്ലാം തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ റിലീസിന്റെ സമയത്ത് ഉണ്ടായിരുന്ന റഷ് നമുക്കറിയാം എത്രത്തോളം ഡിമാൻഡ് ആയിരുന്നു ടിക്കറ്റ്സിനൊക്കെ എന്നുള്ളത്. സോ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, ആനിം കാണാൻ താല്പര്യമില്ലാതെ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ് യുവർ ലൈഫ് ആണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ പടം തന്നെ കാണാൻ ശ്രമിക്കുക. സോ എന്തൊക്കെയായിരുന്നു എനിക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോക്കി. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ കാണാം.